ബുൾസൈ ഉണ്ടാക്കാൻ വേണ്ടത് നമുക്ക് ആദ്യം ചട്ടിയാണ്. അല്ല, ചെമ്പ എന്താ. വെൽക്കം ടു മൈ സെക്കൻഡ് വീഡിയോ, രണ്ടാമത്തെ കൈസ്. ഇപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇത്തവണത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അങ്ങനെ ആരും ഉണ്ടാക്കാത്തൊരു വ്യത്യസ്ത തരം വിഭവമാണ്. അപ്പോൾ ബുൾസൈ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ എല്ലാവർക്കും വീട്ടിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നിങ്ങളെ കൈ പോലെ ഇരിക്കും. ഇത്ര ബെറ്റർ ഇപ്പം എൻ്റെ അത്ര നിങ്ങൾക്ക് ബെറ്റർ ആക്കാൻ പറ്റുന്ന വരില്ല, പക്ഷേ ട്രൈ. ദാറ്റ്സ് യുനോ വെരി ഗുഡ് ഡെലീഷ്യസ് കപ്പ് കോഴിമുട്ട ബുൾസൈ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ഒരു ചട്ടിയാണ്. അപ്പോൾ നമ്മൾ ചട്ടി എടുക്കാൻ പോവുകയാണ് ഗൈസ്. നമ്മൾ ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ വെക്കുക. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നപ്പോൾ ഇനി അടുത്ത പണി വെച്ചാൽ ഇനി വെളിച്ചെണ്ണ നമ്മൾ കഴിച്ചപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ പാരയാണ്. കുറച്ച് മതി. ഇതിൽ നമ്മൾ ഓവർ ഒഴിക്കരുത്. ഓവർ ഒഴിച്ചാൽ എന്താ പറയുക, ടേസ്റ്റ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങനെ ആലോചിച്ച് വേണം ചെയ്യാൻ. ഇത് പിന്നെ അങ്ങോട്ടും ഇങ്ങനെ ആക്കണം. കുറഞ്ഞു പോയോ? മിനിറ്റ് കുറച്ചും കൂടി പാരട്ടെ. എമ്മി ചീത്ത പറയുകയായിരിക്കും. സോ കുറച്ചും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ സുഖമായിട്ട് സ്മൂത്തായിട്ട് ഇങ്ങനെ കണ്ടില്ലേ? എന്താ ആവാത്ത മൊത്തോ ഐഷ് വീഡിയോ എടുക്കാൻ നേരത്തെ മാത്രമാവില്ല, അല്ലാണ്ട് ഏത് നേരം കറങ്ങുന്നതാണ്. വെയിറ്റ് ഗൈസ്, ഐ വിൽ ഷോ യു. ഇതെന്ത് തേങ്ങത് ഐഷ്. എല്ലാ ഭാഗത്തേക്കും ആസ്വദിക്കുക. നമ്മൾ എല്ലാ ഭാഗത്തും സെപ്പറേറ്റ് ആയിട്ട് ഒഴിക്കേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. നമ്മൾ ലൈഫിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ എപ്പോഴും നമ്മളെന്താ പറയുക, നമ്മളെല്ലാ ഭാഗത്തേക്കും നമ്മൾ വേണ്ട പറഞ്ഞു മാറിപ്പോ തന്നതാണ് ആ ഭാഗത്ത് പണ്ടാരും. ഗൈസ് കണ്ടോ, ഇത്ര വെളിച്ചെണ്ണ കോഴിമുട്ട ആവോയ്ക്കൂ. ഇതെന്ത് പണ്ടായിരുന്നു ഐഷ്. എന്ത് അങ്ങനെയൊക്കെ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അറിയോ? നമ്മൾ പഠിച്ചു വരുന്നതായിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെതായ കുറവുകളൊക്കെ ഉണ്ടാവും ഗൈസ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ പറന്നു കഴിഞ്ഞു. ഇനി മെയിനായിട്ട് വേണ്ട സാധനം വെച്ചാൽ കോഴിമുട്ടയാണ്. അപ്പോൾ നമ്മൾ കോഴിമുട്ട എടുത്ത് പൊട്ടിച്ച് ഇതിലിടണം, എന്നാലേ ബുൾസൈ ആവും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ബുൾസൈ ആക്കാം ഗൈസ്. ഇതുവഴി നമ്മളോട് ഗ്യാസ് ഓണാക്കാൻ മറന്നു. ഫസ്റ്റ് ഗ്യാസ് ഓണാക്കണം, എന്നാലേ ബുൾസൈ ഉണ്ടാവാൻ പറ്റൂ. ഉണ്ടാവും. നമ്മൾ ആദ്യം മെല്ലെ കത്തിച്ചു. സോ നമ്മൾ ഗ്യാസിൻ്റെ മുകളിലേക്ക് ചട്ടി എടുത്ത് വെച്ചു ഗൈസ്. പിന്നെ ഇനി നമുക്ക് കോഴിമുട്ട ഇങ്ങനെ പൊട്ടിച്ചിലേക്ക് ഇടുകയാണ് വേണ്ടി. ഇതങ്ങനെ ഒറ്റ കൈകൊണ്ട് പൊട്ടിക്കാൻ പറ്റില്ലല്ലോ, പൊട്ടിച്ചിട്ട് വീടെടുക്കാം. ഓക്കെ, കോഴിമുട്ട അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ കൂടിപ്പോയോന്നൊരു ഡൗട്ട് വല്ലാണ്ട്, വെറുതെ ഓവർ ഒഴിച്ച പോലെ. കുഴപ്പമില്ല ഗൈസ്, അഡ്ജസ്റ്റ് ചെയ്യാം. വേസ്റ്റുള്ള വെളിച്ചെണ്ണ നാളത്തേക്ക് എടുക്കാം. അപ്പോൾ ഇത് വെള്ളക്കളറായി വരണം. അപ്പോൾ സാധനം കിട്ടിയിട്ടുണ്ട്. ഇങ്ങനത്തെ അതാദ്യം വെള്ളമാണ്, എന്നിട്ട് നമ്മൾ ആക്കാം, അല്ലാണ്ട് കാര്യമല്ല. കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. ഇങ്ങനത്തെ വലിയ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ പറ്റി ചോദിക്കാവും. ചെറിയ ഡിഷസ് ഒന്നും നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ അങ്ങനത്തെ വലിയ പ്രോസ് മാത്രം യൂസ് ചെയ്യുന്നുണ്ട് ഉണ്ടാക്കുന്ന ഡിഷസ് ആണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ ക്ലിയർ ചെയ്തിരുന്നതാണ്. ഈ ഭാഗത്തൊക്കെ കുറേ വെളിച്ചെണ്ണ വെറുതെ വേസ്റ്റായി. കുടിക്കാനുള്ള വെളിച്ചെണ്ണ ഉണ്ട്. ഇത് മുകളിലേക്ക് എടുത്തിട്ടാലോ പയ്യെ തീരുമോ? വേസ്റ്റ് ആവാണ്ടിരിക്കുമോ?
ആർക്കറിയാം. ഇപ്പോൾ പൊട്ടുന്നു കുറച്ച് ദൂരത്ത് നിന്ന് ആക്കാം. എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. എന്താ ചൂടാവാത്തില്ല, വെള്ളം പോലെ കിടക്കുന്നു. എന്താ പ്രശ്നം? എന്തോ പ്രശ്നമുണ്ട്. അത് വെന്തൂട് പണ്ടാതെ ഇതെന്താ മറ്റേ വിളഞ്ഞ പോലെ നിൽക്കുന്നു. ചൂടാണ്. ആയോടെ come on, you can Bullseye, you can come on, you can come very പൊട്ടൂലായിക്കോ. പക്ഷെ മഞ്ഞ നമ്മൾ തൊടാൻ പാടില്ല. മഞ്ഞയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. മഞ്ഞ പറയുമ്പോൾ മഞ്ഞൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മഞ്ഞാണ് ഇതിൻ്റെ മെയിൻ പോർഷൻ കോഴിമുട്ടൻ്റെ. നമ്മൾ മഞ്ഞ വേണം നമ്മൾ എന്താ പറയുക പൊട്ടിക്കരുത്. നമ്മൾ പൊട്ടിക്കുകയാണെങ്കിൽ അതേപടി കുരുമുളക് ഇട്ട് യുനോ പടി നമുക്കത് ട്രൈ ആക്കാം. സോ അങ്ങോട്ട് കരിഞ്ഞ് വരുന്നില്ല, അങ്ങനെ പറ്റിക്കിടക്കണം. എന്തോ കുളമായി പോയ പോലെ. ടൈം എടുക്കും. പൊട്ടെന്ന് വെറുതെ അതേ പേടിപ്പിക്കുകയാണ്. വെളിച്ചെണ്ണ അധികമായി പോയിട്ടാന്ന് തോന്നുന്നു. കരിഞ്ഞു തോന്നുന്നു. മഞ്ഞ പുറത്തായി ഗായ്സ്. എൻ്റെ മഞ്ഞ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല ഗായ്സ്. കരിഞ്ഞ് കോഴിമുട്ട കരിഞ്ഞ് അടുത്ത മഞ്ഞ ലീക്കായി ഗൈസ്. ഇങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അവിടെ പറ്റിപ്പോയി. ഇനി ഒട്ടും സമയം കളയാനില്ല. എത്രയും പെട്ടെന്ന് പ്ലേറ്റിലേക്കാക്കി ആക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ബുൾസൈ ഉണ്ടാക്കി കഴിഞ്ഞു ഗൈസ്. പിന്നെ നമ്മളിലേക്ക് കുരുമുളകും ഉപ്പും ഇടണം. ഇപ്പോൾ സമയം 2 മണിയായി. നമ്മൾ 2 മണിക്കാണ് നമ്മൾ കുക്കിംഗ് തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയാണ് ഫൈനൽ ലുക്ക്. അല്ലെങ്കിൽ കൂടി കരിഞ്ഞ് എന്തൊക്കെയോ ആയിട്ടുണ്ട്. മഞ്ഞെല്ലാം കൂടി പൊട്ടിപ്പോയി ഗൈസ്. മഞ്ഞ പോയി, മഞ്ഞ ചതിച്ചു. എന്തോ സൂം ഔട്ടായി പോകുന്നു. സൂമിങ് ഇതാണ്, ഇങ്ങനെയാണ് ഇപ്പോൾ കാണാനുള്ളത്. നമുക്ക് കുരുമുളകും ഉപ്പും എടുക്കാം. നമ്മൾ ഉപ്പും കുരുമുളകും എടുത്തിരിക്കുകയാണ്. നമ്മൾ ഇതിൽ നിന്ന് ഓരോരോ നുള്ളി ഇങ്ങനെ ആക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ കുരുമുളക് ഉപ്പും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കണം. നമ്മൾ ഫുള്ളങ്ങനെ ആക്കി കഴിയണം. വെയിറ്റ്, ഇത് നമ്മൾ ആക്കുമ്പോൾ പ്രത്യേക രീതിയിൽ തന്നെ ആക്കണം, അല്ലെങ്കിൽ കേടായി പോകും. നമ്മൾ ഇതിന് പ്രത്യേക രീതിയിൽ നമ്മൾ കൈ ഇങ്ങനെ ആക്കണം, എന്നാലേ എല്ലാ ഭാഗത്തേക്കും എത്തൂ. ഉപ്പ് നമ്മൾ കുറച്ചെടുത്താൽ മതി, കാരണം ഉപ്പ് തിന്നാൽ ബുദ്ധി കുറയുന്നല്ലേ, അങ്ങനെയല്ലേ. അപ്പോൾ നമ്മൾ ഏകദേശം ഏതാണ്ട് എല്ലാം റെഡിയായി കഴിഞ്ഞു. സീന് ഏതാലേ ലുക്കില്ലേ, വൃത്തികേടായിക്കെങ്കിലും കോളായിക്കെങ്കിലും ലുക്കായിക്കണ്. എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ആർട്ട് പോലല്ലേ നമുക്ക് അല്ലേ, ഒരു ഡെസേർട്ടൊക്കെ പോലല്ലേ, ഏതല്ലേ ലുക്ക്. ഓക്കെ, അപ്പോൾ നമുക്കിനി റൊട്ടി എടുക്കാം. വെയിറ്റ്. സോ നമ്മൾ 3 റൊട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ സേഫ്റ്റിക്ക് വെള്ളം എടുത്തിട്ടുണ്ടാകും. അഥവാ ഇനിങ്ങനെ നെന്നത്ത് തൊണ്ട കിട്ടിയാലോ. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ നമ്മൾ കഴിക്കാൻ പോവുകയാണ് ഗൈസ്.
നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റാണ്. സോ അങ്ങനെ കഴിക്കല് ബ്രെഡിന് ഇടയിട്ട് തിന്നല്ലേ. ഓക്കെ, ഗൈസ് ഒന്നും പറയാനില്ല, അമ്മാതിരി ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, പൊതുവെ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ ടേസ്റ്റാണ്. നിങ്ങളെല്ലാം ട്രൈ ചെയ്യണം, ഒടുക്കത്തെ ടേസ്റ്റ്. ഞാൻ ഉണ്ടാക്കിയ പോലെ ഉണ്ടാക്കി ചെയ്താൽ മതി. സീര് പറയാതിരിക്കാൻ വയ്യ, അമ്മാതിരി ടേസ്റ്റ്. ഒന്നും പറയാനില്ല ഗൈസ്, അല്ല പറയാണ്ട്, ടേസ്റ്റ് സീനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ആക്കുക. കുരുമുളക് നമുക്ക് വേറെ വെറുതെ ഇങ്ങനെ കുത്തിയിട്ട്. ഓക്കെ, ഇപ്പം നമ്മളെ റൊട്ടീനുള്ളിൽ കോഴിമുട്ട റോൾ ചെയ്ത്, കോഴിമുട്ടല്ല ബുൾസൈ റോൾ ചെയ്തിട്ട് കഴിച്ച് നോക്കാം. അത് തന്നെ, അത്ര തന്നെ, ഒന്നും പറയാനില്ല. സീന് 2 മണിക്ക് എണ്ണ ഉണ്ടായി കഴിക്കുക. 2 മണിക്ക് ഉണ്ടായി കഴിക്കുമ്പോൾ ആണെങ്കിൽ റെഡിക്കൊരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വീഡിയോ കാണാമല്ലോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്തോ, ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്തോ. ഓക്കെ, ബൈ.